എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു സൺഡേ ഈവനിങ് വ്ലോഗ് ആണ് കേട്ടോ. ജോലിക്കൊക്കെ പോകുന്നവർക്ക് രാവിലെ എഴുന്നേറ്റ് കറിബറിയായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യலாம். അപ്പോൾ അങ്ങനെ ചെയ്യാതെ കുറച്ച് സ്ട്രെസ് ഫ്രീ ആയിട്ട് റിലാക്സ് മൈൻഡിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സ്ട്രെസ് ഫ്രീ ആയിട്ട് നമുക്ക് നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ കുറേ യൂട്യൂബിൽ വീഡിയോസൊക്കെ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതെന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. മെയിനായിട്ട് 4 കാര്യങ്ങളാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ആ 4 കാര്യങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ സ്ട്രെസ് ഫ്രീ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാണ്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എപ്പോഴും കഴിക്കുന്നത് റാഗി വെച്ചിട്ടുള്ള എന്തെങ്കിലും ഐറ്റം ആയിരിക്കും. റാഗി സ്മൂത്തിയോ റാഗി ദോശയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കും. അപ്പോൾ അത് ആ പ്രോസസ്സ് കുറച്ചും കൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് റാഗി കഴുകി ഉണക്കി പൊടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ ഈ റാഗി ഒന്ന് കുറുക്കിയിട്ട് ദോശയാണെന്നുണ്ടെങ്കിൽ കുറുക്കണ്ട, അതിന് മുമ്പേ നമുക്ക് ദോശ ചൂടാം. അല്ലെങ്കിൽ ഇപ്പോൾ സ്മൂത്തി ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കുറുക്കി വെച്ചിട്ടാണ് ഞാൻ സ്മൂത്തി ഉണ്ടാക്കുക. അപ്പോൾ ആ ഒരു പ്രോസസ്സ് വേഗം എളുപ്പമാവും. അപ്പോൾ ഞാൻ ഉള്ള റാഗിയൊക്കെ ഇത് പൊടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ആദ്യം തന്നെ ഈ ടിന്നിലാക്കാം. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണക്കിയിട്ട് മിക്സിയിലിട്ട് പൊടിച്ചതാണ്, കടയിൽ നിന്ന് പൊടിച്ചതല്ല. അതുകൊണ്ട് കുറച്ച് തരിതരി പോലെയൊക്കെയാണ് ഇരിക്കുന്നത്. സ്മൂത്തി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തരിതരി പോലെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പം കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഴുവൻ റാഗി വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് രാവിലെ എണീറ്റ് അരച്ച് അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഒരുപാട് സമയം പോകും. ഈ രാവിലെ എഴുന്നേറ്റ് ഇത് അരയ്ക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പണിയുടെ ഇടയിലും ആ പണി ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സുഖമായിരിക്കും. അപ്പോൾ ഇത് പിന്നെ ഇത് അടച്ച് മാറ്റി വയ്ക്കാം. ഈ രണ്ടാമത്തെ കാര്യം ഇതാണ്. ഞാൻ ലഞ്ചിന് കഴിക്കുന്നത് ചപ്പാത്തിയാണ്. അപ്പോൾ ഈ അടുത്ത ആഴ്ചത്തേക്ക് വേണ്ട 5 ദിവസത്തേക്ക് വേണ്ട 10 ചപ്പാത്തി, അതായത് ഒരു ദിവസം 2 എണ്ണം വെച്ചാണ് കഴിക്കുന്നത്. അപ്പോൾ 10 ചപ്പാത്തി ഓൾറെഡി ഞാനിങ്ങനെ എൻ്റെ കുഴച്ചിട്ട് ഒന്ന് പരത്തി വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് തണുത്ത് കഴിയുമ്പോൾ അത് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിച്ച് വയ്ക്കും. കഴിഞ്ഞ ആഴ്ച ഞാൻ അങ്ങനെയാണ് ചെയ്തത്. എനിക്ക് ഭയങ്കര സുഖമായിരുന്നു. ഫ്രിഡ്ജിന് എടുത്ത് രാവിലെ എനിക്ക് തന്നെ ഫ്രിഡ്ജിന് എടുത്ത് വയ്ക്കുക. അപ്പോൾ തണുപ്പൊന്ന് മാറി കഴിയുമ്പോൾ നമ്മൾ ചട്ടിയിലിട്ടിട്ട് ഒന്ന് ചൂടാക്കുക. അപ്പോൾ ഒന്ന് പൊളച്ച് വരും. സംഭവം എളുപ്പമാണ്. വിത്തിൻ ഒരു 3 to 5 മിനിറ്റ്സിൽ നമ്മൾ ചപ്പാത്തി റെഡിയാവും. അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ചപ്പാത്തി ഇട്ട് കുഴച്ച് പരത്താൻ ബുദ്ധിമുട്ടാണ്. 10 എണ്ണം നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി വേഗം തന്നെ അത് പരത്തണം. പരത്തിയിട്ട് ജസ്റ്റ് നീക്ക് മാറ്റിട്ടാൽ മതി. ഞാൻ പറയാം അപ്പോൾ 10 ചപ്പാത്തി ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചൂടാവണം. തണുത്ത് കഴിയുമ്പോൾ വേണം നമ്മൾ ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാനായിട്ട്. ഒരു പേപ്പറിൽ പൊതിഞ്ഞിട്ട് വേണം ഇത് ഫ്രിഡ്ജിൽ. 3ാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ആഴ്ചത്തേക്ക് വേണ്ട ഡ്രസ്സ് മൊത്തമായിട്ട് തയ്ച്ച് വയ്ക്കുകയാണ്. അപ്പോൾ അടുത്ത ആഴ്ചത്തേക്ക് വേണ്ട 5 ജോഡി മാത്രമേ തയ്ക്കുള്ളൂ, കൂടുതൽ തയ്ക്കാറില്ല കേട്ടോ. ഓരോന്നിടയിൽ നമുക്ക് തയ്ച്ച് തുടങ്ങാം. തയ്ച്ച് മടക്കി ഹാങ്ങറിലിട്ടിട്ട് വയ്ക്കുകയാണ്. തയ്ച്ചെടുത്ത് വയ്ക്കുമ്പോൾ ഈ ഡ്രസ്സിൻ്റെ ഒപ്പം ഇടേണ്ട എല്ലാ സാമഗ്രികളും ഇതിൻ്റെ ഒപ്പം തന്നെ വയ്ക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് എടുക്കുക, ഡ്രസ്സ് മാറുക, റെഡിയാവുക, അത്രേ ഉണ്ടാവുള്ളൂ. നമ്മുടെ ചപ്പാത്തി ഒരു ചൂടാറിയിട്ടുണ്ട്. ഞാൻ നമ്മുടെ വാഴയിലേക്ക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വാഴയിലുണ്ടല്ലോ, ആ വാഴയിലാണ്. അതിലാണ് ഞാനിത് ആക്കി വയ്ക്കുന്നത് കേട്ടോ.
ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ആഴ്ചത്തേക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ്, ലഞ്ചിന് എന്താണ്, ഡിന്നർ എന്താണ്, ഇത് മൂന്നും എന്താണെന്ന് നമ്മൾ ആദ്യം തന്നെ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അതിന് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കണം, അതിൻ്റെ ഒരു ചാർട്ട് ഉണ്ടാക്കുക, എല്ലാ സാധനങ്ങൾ വാങ്ങിക്കുക. ഇതാണ് എൻ്റെ 4th ടിപ്പ് എന്ന് പറഞ്ഞത്. ആയിരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഫോളോ ചെയ്തിട്ട് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ടാറ്റ ബൈ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാതെ എല്ലാവർക്കും ടാറ്റാ.